ഹായ് സ്റ്റുഡൻസ്, നവോദയ വീക്ക്ലി ടെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഗണിത പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും തന്നെ വീഡിയോ കാണുക, ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുക, ഓപ്ഷനുകൾ നോക്കുക, നോട്ട്ബുക്കിൽ കണക്ക് എഴുതി ചെയ്തതിന് ശേഷം മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്യുക. First question, LCM of 42, 70, 98 and 126 is 42, 70, 98, 126. ഇതിൻ്റെ ലസാഗു കാണുക. ഓപ്ഷൻ എ 126, ഓപ്ഷൻ ബി 2205, ഓപ്ഷൻ സി 4410, ഓപ്ഷൻ ഡി 8820. Answer is option C 4410. Next question, convert 4 meter. Next question, convert 4 meter 2604 centimeter into centimeters. 4 മീറ്റർ 2604 സെന്റിമീറ്ററിനെ സെന്റിമീറ്ററിലാക്കുക. ഓപ്ഷൻ എ 3040, ഓപ്ഷൻ ബി 3400, ഓപ്ഷൻ സി 3004, ഓപ്ഷൻ ഡി 6604. Answer is option C 3004. Next question, which of the following is the smallest 4-digit number? താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ? ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 1100, ഓപ്ഷൻ സി 1300, ഓപ്ഷൻ ഡി 1900. Answer is option A 1000. Next question, the difference between the place values of 2 sevens in 27307 is 27307 27307 എന്ന സംഖ്യയിലെ രണ്ട് ഏഴുകളുടെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസം. ഓപ്ഷൻ എ 6993, ഓപ്ഷൻ ബി 7300, ഓപ്ഷൻ സി 307, ഓപ്ഷൻ ഡി 40. Answer is option A 6993. Next one, which one of the following is a prime number? താഴെ പറയുന്നതിൽ ഏതാണ് അഭാജ്യ സംഖ്യ? ഓപ്ഷൻ എ 81, ഓപ്ഷൻ ബി 83, ഓപ്ഷൻ സി 85, ഓപ്ഷൻ ഡി 87. Answer is option B 83. Next question, the multiples of 7 between 14 and 77 is 7നും 14നും ഇടയ്ക്ക് 7 തൊട്ട് 14 വരെ ഉള്ള 7ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 7.
Answer is option C, 8. Next question, which one of the following is equivalent to 6 by 20? താഴെ പറയുന്നതിൽ ഏതാണ് 6/20 തുല്യം? ഓപ്ഷൻ എ 6%, ഓപ്ഷൻ ബി 20%, ഓപ്ഷൻ സി 26%, ഓപ്ഷൻ ഡി 30%. Answer is option D, 30%. Next question, what is the simple interest on rupees 500 at 2% per annum for 4 years? 500 രൂപയ്ക്ക് 2% നിരക്കിൽ 4 വർഷത്തേക്കുള്ള പലിശ എത്ര? ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 40, ഓപ്ഷൻ സി 75, ഓപ്ഷൻ ഡി 80. Answer is option B, 40. Next question, convert 360 km into meter per second. 360 km/മണിക്കൂറിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കുക. ഓപ്ഷൻ എ 120 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ബി 100 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ സി 96 മീറ്റർ പെർ സെക്കൻഡ്, ഓപ്ഷൻ ഡി 110 മീറ്റർ പെർ സെക്കൻഡ്. Answer is option B, 100 meter per second. Next question, find the LCM of 12, 18 and 24. 12, 18, 24 ഇവയുടെ LCM കാണുക. ഓപ്ഷൻ എ 72, ഓപ്ഷൻ ബി 48, ഓപ്ഷൻ സി 60, ഓപ്ഷൻ ഡി 84. Answer is option A, 72. Next question, a man takes 3 days to walk 45 km. In how many days will he walk 75 km? ഒരാൾ 3 ദിവസം കൊണ്ട് 45 കിലോമീറ്റർ നടക്കുന്നു എങ്കിൽ 75 കിലോമീറ്റർ നടക്കാൻ അയാൾക്ക് എത്ര ദിവസം വേണ്ടി വരും? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 5, option D 15. Answer is option B 5. Option C 5. Answer is option C 5. Next question. Solve 12 into 10 divided by 120 by 24 equal to dash into 120. 12 into 10 divided by 120 by 24 equal to dash into. Solve 12 into 10 divided by 120 divided by 240 equal to dash into 120. 12 into 10 divided by 120 by 240 equal to dash into 120. Option A 12, option B 10, option C 2, option D 240. Answer is option C 2. Next question, 17 and 1 by 16 is decimal equivalent to 17 and 1 by 16. Decimal equivalent as option A 17.625, option B 17.6025, option C 17.0625,
Option D 17.0525. Answer is option C 17.0625. Next question. A train running with 54 km per hour. What is the time taken by train to cross 90-meter platform? ഒരു തീവണ്ടിയുടെ വേഗത 54 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഇതേ തീവണ്ടിക്ക് 90 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം കടക്കുന്നതിന് എത്ര സമയം വേണ്ടിവരും? ഓപ്ഷൻ എ 10 സെക്കൻഡ്, ഓപ്ഷൻ ബി 8 സെക്കൻഡ്, ഓപ്ഷൻ സി 6 സെക്കൻഡ്, ഓപ്ഷൻ ഡി 5 സെക്കൻഡ്. Answer is option C 6 seconds. Next question. 1/3 of drum is filled with water. If need another 60 liter water to fill the whole drum, then what is the capacity of the drum? ഒരു ഡ്രമ്മിൻ്റെ 1/3 ഭാഗം വെള്ളമുണ്ട്. 60 ലിറ്റർ വെള്ളം കൂടി ഉണ്ടെങ്കിൽ ഡ്രമ്മ് ഫുള്ളാവും. എങ്കിൽ ആ ഡ്രമ്മിൻ്റെ ആകെ അളവ് എത്രയാണ്? ആ ഡ്രമ്മിൻ്റെ ആകെ ഉള്ളളവ് എത്ര? ഓപ്ഷൻ എ 120 ലിറ്റർ, ഓപ്ഷൻ ബി 90 ലിറ്റർ, ഓപ്ഷൻ സി 60 ലിറ്റർ, ഓപ്ഷൻ ഡി 30 ലിറ്റർ. Answer is option B 90 liter. Next question. 5-digit smallest number which is completely divisible by 75 is. 75 കൊണ്ട് നിശേഷം വരിക്കാവുന്ന ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ. ഓപ്ഷൻ എ 10,025, ഓപ്ഷൻ ബി 10,050, ഓപ്ഷൻ സി 10,025, option D 9,975. Answer is option B 10,050. Next question. A man crosses a 600-meter long bridge in 5 minutes. Speed of the man in kilometer per hour will be. ഒരാൾ 600 മീറ്റർ നീളമുള്ള പാലം 5 മിനിറ്റ് കൊണ്ട് ക്രോസ് ചെയ്യുന്നു എങ്കിൽ അയാളുടെ വേഗത എത്ര? ഓപ്ഷൻ എ 3.6, ഓപ്ഷൻ ബി 7.2, ഓപ്ഷൻ സി 8.4, ഓപ്ഷൻ ഡി 9.6. Answer is option B 7.2. Next question. Which statement is true for 11 and 21? 11നും 21നും പൊതുവായിട്ടുള്ള പ്രസ്താവന ഏതാണ്? Both are divisible numbers. രണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷം ഹരിക്കാവുന്ന സംഖ്യകളാണ്. Both are even numbers. രണ്ടും ഇരട്ട സംഖ്യകളാണ്. Both are co-prime numbers. രണ്ടും അവിഭാജ്യ സംഖ്യകളാണ്. അവിഭാജ്യ സംഖ്യാ ജോഡിയാണ്. Both are multiples of 3. രണ്ടും 3ന്റെ ഗുണിതങ്ങളാണ്. Answer is option C. Both are co-prime numbers. രണ്ടും അവിഭാജ്യ സംഖ്യാ ജോഡികളാണ്. Next question. A bus covers 400 km in 8 hours. Then the average speed of the bus is. ഒരു ബസ് 8 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എങ്കിൽ ബസ്സിന്റെ ശരാശരി വേഗത എത്ര?
Option A 30 km per hour. Option B 51 km per hour. Option C 50 km per hour. Option D 60 km per hour. Answer is option C 50 km per hour. Next question. Two persons walk each other at 7:30 a.m. if their speed are 4 km per hour and 6 km per hour. And initially their distance is 25 km per hour. 25 km. Then in what time they will meet to each other? രണ്ടാളുകൾ ഒരുമിച്ച് 7:30 നടക്കാനായി ഇറങ്ങി. അവരുടെ വേഗതകൾ 4 കിലോമീറ്റർ പെർ മണിക്കൂറും 6 കിലോമീറ്റർ പെർ മണിക്കൂറുമാണ്. തുടക്കത്തിൽ അവർ തമ്മിലുള്ള ദൂരം 25 കിലോമീറ്റർ ആയിരുന്നു. എങ്കിൽ എപ്പോഴാണ്, ഏത് സമയത്താണ് അവർ രണ്ടുപേരും കണ്ടുമുട്ടുക? ഓപ്ഷൻ എ 8:30 AM, ഓപ്ഷൻ ബി 9:30 AM, ഓപ്ഷൻ എ 8:30 AM, ഓപ്ഷൻ ബി 9:30 AM, ഓപ്ഷൻ സി 10 AM, ഓപ്ഷൻ ഡി 10:30 AM. Answer is option C 10 AM. Next question. For a shirt, cloth required must be 2 meter 75 centimeter. Then how much cloth would be taken to have such 6 shirts? ഒരു ഷർട്ട് തയ്ക്കുന്നതിന് 2 മീറ്ററും 75 സെൻറ്റിമീറ്ററും തുണി ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള 6 ഷർട്ടുകൾ തയ്ക്കുന്നതിന് എത്ര തുണി ആവശ്യം വരും? ഓപ്ഷൻ എ 15 meter 50 centimeter, option B 16 meter 50 centimeter, option C 18 meter, option D 21 meter. Answer is option B 16 meter 50 centimeter. Next question. Weight of tomato comprises 90% of water. Weight of water in 25 kilograms of tomato is. തക്കാളിയിൽ 90% വെള്ളമുണ്ട് എങ്കിൽ 25 കിലോഗ്രാം ടൊമാറ്റോയിൽ എത്ര വെള്ളം ഉണ്ടാവും? ഓപ്ഷൻ എ 24 കിലോഗ്രാം, ഓപ്ഷൻ ബി 22.5 കിലോഗ്രാം, ഓപ്ഷൻ സി 21 കിലോഗ്രാം, ഓപ്ഷൻ ഡി 19.5 കിലോഗ്രാം. Answer is option B 22.5 kilogram. Next question. If 4015 divided by 11 equal to 365, then 40.15 divided by 1.1 is equal to 4015 divided by 4015 ഹരിക്കണം 11 സമം 365 എങ്കിൽ 40.15 ഹരിക്കണം 1.1 എത്രയാണ്? ഓപ്ഷൻ എ 36.5, ഓപ്ഷൻ ബി 3.65, ഓപ്ഷൻ സി 0.365, ഓപ്ഷൻ ഡി 0.0365. Answer is option A 36.5. Next question. 24th. HCF of 128, 288 and 116 years. 128, 288, 160.
ഇതിൻ്റെ ഉസാഖ കാണുക. ഓപ്ഷൻ എ 16, ഓപ്ഷൻ ബി 24, ഓപ്ഷൻ സി 32 ആൻഡ് ഓപ്ഷൻ ഡി 48. Answer is option C 32. Next one, 25th question. 7 by 3 into 2 by 3 divided by 3 by 5 whole divided by 2 plus 1 and 2 by 3 equal to option A 99 by 70, option B 70 by 99, option C 33 by 10, option D 70 by 27. Answer is option B 70 by 99. Next question, 84% is equal to 84% തുല്യമായത്. Option A 42 by 100, option B 42 by 50, option C 84 by 225, option D 8.4. Answer is option B 42 by 50. Next question, if the product of two coprime numbers is 117, their LCM will be. രണ്ട് അവിഭാജ്യ സംഖ്യാ ജോഡികളായിട്ടുള്ള സംഖ്യകളുടെ ഗുണനഫലം 117 എങ്കിൽ അവയുടെ LCM എത്രയാണ്? ഓപ്ഷൻ എ 9, ഓപ്ഷൻ ബി 13, ഓപ്ഷൻ സി 39, ഓപ്ഷൻ ഡി 117. Answer is option D 117. Next question, a train leaves Delhi at 7:40 evening and reaches Mumbai next morning at 11:10. The total time taken by the train during the journey. ഒരു ട്രെയിൻ ഡൽഹിയിൽ നിന്ന് 7:40 വൈകുന്നേരം 7:40 പുറപ്പെട്ട് അടുത്ത ദിവസം 11:10 ബോംബെയിൽ എത്തുന്നു. മൊത്തം ആ യാത്രയ്ക്ക് എടുത്ത സമയം എത്രയാണ്? ഓപ്ഷൻ എ 15 hours 26 minutes, ഓപ്ഷൻ ബി 14 hours 15 minutes, ഓപ്ഷൻ സി 15 hours 30 minutes, ഓപ്ഷൻ ഡി 16 hours 20 minutes. Answer is option C 15 hours 30 minutes. Next question, the decimal equivalent to 3 by 4 plus 4 by 5 plus 8 by 25 is 3 by 4 plus 4 by 5 plus 8 by 25 തുല്യമായ ദശാംശ രൂപം. ഓപ്ഷൻ എ 1.870, ഓപ്ഷൻ ബി 18.70, ഓപ്ഷൻ സി 187, ഓപ്ഷൻ ഡി 1870. Answer is option A 1.870. Next question, the sum of first 7 multiples of 13 approximately 13ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ ഏകദേശം തുകയുടെ ഏകദേശം 13ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ ഏകദേശം തുകയുടെ ഏകദേശം 13ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ
തുകയുടെ ഏകദേശം. The sum of first 7 multiples of 13 approximately. 13ന്റെ ആദ്യത്തെ 7 ഗുണിതങ്ങളുടെ ഏകദേശ തുക. ഓപ്ഷൻ എ 360, ഓപ്ഷൻ ബി 365, ഓപ്ഷൻ സി 370, ഓപ്ഷൻ ഡി 375. ആൻസർ ഈസ് ഓപ്ഷൻ ബി 365. എല്ലാവരും തന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നോട്ട്ബുക്കിൽ എഴുതുക, ചെയ്തു നോക്കുക. നോട്ട്ബുക്കിൽ ചോദ്യവും ഉത്തരങ്ങളും എഴുതി വയ്ക്കുക. നല്ലതുപോലെ ചെയ്തു നോക്കുക. നല്ലപോലെ പഠിക്കുക. പരീക്ഷ അടുത്തു വരുന്നു. നല്ല തയ്യാറെടുപ്പ് വേണം. കൂടുതൽ ക്ലാസ്സുകളും വീഡിയോകളും പരീക്ഷകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. കൂടുതൽ ക്ലാസ്സുകൾക്കായി നമ്മുടെ ചാനൽ മാത്തോ മാത്സ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.